Dear students, in this video I will be discussing the astronomy and astrophysics paper. ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിൽ astronomy and astrophysics എന്നുള്ള പേപ്പറിൽ. മൊഡ്യൂൾ 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗാലക്സിയെ പറ്റിയാണ്. ആ ഒരു ഗാലക്സി എന്നുള്ളതാണ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഗാലക്സിയിൽ എന്താണ് ഗാലക്സി എന്ന് പറഞ്ഞാൽ, അതുപോലെ ഗാലക്സിയിൽ എന്തൊക്കെയുണ്ട്, ഗാലക്സിയുടെ സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജനറലായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അതോടുകൂടി ഗാലക്സിയുടെ സ്ട്രക്ചറിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു രൂപം എങ്ങനെയാണ്, അതായത് ഒരു ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പറയും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ജനറൽ സ്ട്രക്ചർ ഓഫ് ഗാലക്സി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗാലക്സിയെ പറയുന്നത് മിൽക്കി വേ എന്നാണ്. ഇപ്പോൾ നമ്മൾ ആകാശത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിഫ്യൂസ്ഡ് ലൈറ്റിൻ്റെ ഒരു റീജിയൻ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് വളരെ ഡെലിക്കേറ്റായിട്ടാണ്, അതായത് വളരെ പ്രയാസമാണ് ഇങ്ങനെ കാണാൻ. പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫ്യൂസ്ഡ് ലൈറ്റുള്ള ഒരു റീജിയൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ഡിഫ്യൂസ്ഡ് ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്? അതായത് ഒരു ബെൽറ്റ് പോലെ ഒരു റീജിയൻ കാണാൻ പറ്റും. അതായത് ഈ ഒരു റീജിയനിൽ അനേകം സ്റ്റാർസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ലൈറ്റ്, ഡിഫ്യൂസ്ഡ് ലൈറ്റ് കൊണ്ടാണ് ഇങ്ങനെ ഒരു മിൽക്കി ഫോമിൽ ഒരു ലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ മിൽക്കി വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പറയുന്നത് മൊസൈക്ക് ഓഫ് അവർ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി. ഈ ഒരു പിക്ചറിനെ പറയുന്നത് മൊസൈക്ക് ഓഫ് മിൽക്കി വേ ഗാലക്സി. ഓക്കെ, അപ്പം ഈ മൊസൈക്ക് ഉണ്ടാകാൻ കാര്യം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫ്യൂസ്ഡ് ലൈറ്റ്. ഡിഫ്യൂസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്ത് പോയിട്ടുള്ള ലൈറ്റ്, പല സ്റ്റാർസിൽ നിന്ന് വരുന്ന ഡിഫ്യൂസ് ലൈറ്റ്, ദാറ്റ് സ്റ്റാർസ് ലൈങ് അലോങ് ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് ദ സ്റ്റെല്ലാർ സിസ്റ്റത്തിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള സ്റ്റാർസിൽ നിന്നുള്ള ഡിഫ്യൂസ് ലൈറ്റ് കാരണം. ഓക്കെ, ഇപ്പോൾ ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടുള്ളത് സ്റ്റാർസ് ഉണ്ട്, അനേകായിരം സ്റ്റാർസ് ഉണ്ട്. ഒരു ഗാലക്സിയിൽ അനേകായിരം സ്റ്റാർസ് ഉണ്ട്. ഇൻഡർസ്റ്റെല്ലാർ ഗ്യാസ് ആൻഡ് ഡസ്റ്റ്, ഇപ്പോൾ സ്റ്റാർസിന് ഇടയ്ക്കുള്ള റീജിയനിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗ്യാസ് ക്ലൗഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമ്മുടെ ഗാലക്റ്റിക് റീജിയനിൽ, അതായത് നമ്മുടെ ഗാലക്സിയുടെ നിൽക്കുന്ന ആ റീജിയനിലൊക്കെ പലതരത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. കോസ്മിക് റേസ് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർസിൻ്റെ അകത്ത് തന്നെ അയണൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസസിൻ്റെ കമ്പസ്റ്റൻ നടക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഗ്യാസൊക്കെ കൺഫൈൻ ചെയ്ത് നിൽക്കുന്നത്. ഗാലക്സിയുടെ അകത്ത് തന്നെ ഇൻഡർസ്റ്റെല്ലാർ ഗ്യാസൊക്കെ കൺഫൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ് കൺഫൈൻമെൻറ്റ് എന്നുള്ളൊരു എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗാലക്സിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പിന്നെ കോസ്മിക് റേസ്, ഞാൻ പറഞ്ഞു ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്. ചാർജ്ഡ് പാർട്ടിക്കിൾ പലതരത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന് പൊതുവായിട്ട് കോസ്മിക് റേസ് എന്ന് പറയും. പിന്നീടുള്ളത്, ഇപ്പം നമ്മൾ സ്റ്റാർസ് ആയിട്ട് കാണുന്നത്, നമ്മൾ വിസിബിളായിട്ട് കാണുന്നത് സ്റ്റാർസും ഇൻഡർസ്റ്റെല്ലാർ ഗ്യാസ് അതുപോലെ ഡസ്റ്റ്, ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇത് കൂടാതെ അൺസീൻ മാറ്റർ ഉണ്ട്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത മാറ്ററുകളുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വളരെ മാസ് കൂടിയ ഡെൻസിറ്റി, അതായത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാറ്ററിൻ്റെ ഡെൻസിറ്റി വളരെ കൂടിയ, പക്ഷേ കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാറിൽ നിന്നുള്ള റേഡിയേഷൻ വഴിയാണ് അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത മാറ്റർ ഉണ്ട്. അപ്പോൾ അതിന് ഡാർക്ക് മാറ്റർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ അതിനൊരു എക്സാമ്പിളാണ്. മെയിൻലി ഡാർക്ക് മാറ്റർ എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെ കാണാൻ കഴിയാത്ത മാറ്ററുകളുണ്ട്. ഇത്രയും കൂടി ചേർന്നതാണ് ഗാലക്സീസ് എന്ന് പറഞ്ഞാൽ. പുറമെ വേറെയും ചെറിയ ചെറിയ കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഗാലക്സി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ജനറൽ സ്ട്രക്ചർ ഓഫ് അവർ ഗാലക്സി നോക്കാം. ഇപ്പം ഇതാണ് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു പിക്ചർ വരയ്ക്കാൻ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ഗാലക്സിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പാമ്പാട്ടിയുടെ അടുത്തുള്ള ഒരു കുഴൽ കണ്ടിട്ടില്ലേ? അപ്പം അതിൻ്റെ അതേ ഒരു ഷേപ്പാണ്. അതായത് ഇതതിൻ്റെ ലാറ്ററൽ വ്യൂ ആണ് ഈ ഒരു ഷേപ്പ്.
ഇതതിൻ്റെ ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, സോ ടോപ്പിൽ നിന്ന് ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. സോറി, ആ ഒരു പിക്ചർ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. വെയിറ്റ്, ഐ ക്യാൻ ഷോ യു. ഇപ്പോൾ അവർ ഗാലക്സി എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇതുപോലെയുള്ള പലതരത്തിലുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മോർ ഓർ ലെസ് സെയിം ആയിരിക്കും. ഇതൊരു സ്പൈറൽ ഗാലക്സിയാണ്. നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് ഒരു സ്പൈറൽ ഗാലക്സിയാണ്. ഓക്കെ, ഏകദേശം ഈ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഫിഗറിലുള്ളത്. അതായത് ഇവിടെ ഒരു സ്പൈറൽ ഗാലക്സി, ഇത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, അതിൻ്റെ നേരെ മേലെ നിന്ന് എടുത്തിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ അതിനൊരു സെൻട്രൽ കോർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ന്യൂക്ലിയസ് എന്നൊക്കെ പറയാം. ഓക്കെ, സെൻട്രൽ കോർ ഉണ്ട്, ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം ബൾജ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, സെൻട്രൽ ന്യൂക്ലിയസ് ഈസ് ബൾജ്ഡ് ആണ്, ന്യൂക്ലിയർ ബൾജ് എന്നൊക്കെ പറയാം. സെൻട്രൽ പാർട്ട്, സെൻട്രൽ റീജിയൻ, അതിന് കോർ എന്ന് പറയാം, സെൻട്രൽ റീജിയൻ എന്ന് പറയാം. എന്തായാലും അത് ദാറ്റ് കണ്ടെയ്ൻസ് ഡെൻസ്ഡ് ന്യൂക്ലിയസ് ആണ്, ഡെൻസ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ഇതിനകത്ത് ഈ ഒരു ഭാഗത്തുള്ളത്. ഓക്കെ, നൗ പിന്നെയുള്ളത് സ്പൈറൽ ലാംപ്സ് ആണ്. ഈ ഒരു സ്പൈറൽ ലാംപ്സ്, അതായത് നേരത്തെ കാണിച്ച പിക്ചറിൽ ഇത് കണ്ടോ, ഒരു സ്പൈറൽ ചെയ്യുന്ന ആംസ് കണ്ടോ. അപ്പം നമ്മൾ ഇരിക്കുന്നത് ഈ ഒരു ഗാലക്സിയുടെ ഈ ഒരു പോർഷനിലാണ് സൺ ഇരിക്കുന്നത്. ഓക്കെ, സൺ ഇരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ഓറിയോൺ ഇരിക്കുന്നത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ്. അതുപോലെ ഈ പല ആംസ് ഉണ്ട് അല്ലേ. ഇത് ഓരോന്നും ഓരോ ആംസ് ആണ്. ആ ആംസിലുള്ള മെയിനായിട്ടുള്ള കോൺസ്റ്റലേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ സ്കൂട്ടം സെൻറ്ററസ് ആം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോർമ ആം എന്ന് പറയുന്നുണ്ട്. സാജിറ്റേറിയസ് ആം ഉണ്ട്. സാജിറ്റേറിയസ് നമുക്ക് അറിയാവുന്നൊരു കോൺസ്റ്റലേഷനാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഗാലക്സിയിലുള്ള കോൺസ്റ്റലേഷൻസ് ആണ്. ഓക്കെ, ഇതൊരു ഔട്ടർ ആം ഉണ്ട് ഇവിടെ. എന്തായാലും ഈ ആംസിലൊക്കെ എന്തുണ്ട്, പലതരത്തിലുള്ള കോൺസ്റ്റലേഷൻസ് ഉണ്ട്. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ കൂട്ടമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സണ്ണ്, നമ്മുടെ സോളാർ സിസ്റ്റം പോലെ പലതരത്തിലുള്ള കോൺസ്റ്റലേഷൻസ് ഉണ്ട്. നമ്മൾ സോളാർ സിസ്റ്റത്തിൽ സണ്ണുണ്ട്, അതിന് ചുറ്റും ഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഒബ്ജക്ട്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഓരോ വിങ്ങിലും ഓരോ ആമിലും പലതരത്തിലുള്ള കോൺസ്റ്റലേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നൗ ഇതാണ് സ്പൈറൽ ആംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര? 30 kpc ആണ്. kpc എന്ന് പറഞ്ഞാൽ പാർസെക് എന്ന് പറയും. അതായത് കിലോ പാർസെക് ആണ് kpc എന്ന് പറഞ്ഞാൽ. ഓക്കെ, പാർസെക് എന്ന് പറഞ്ഞാൽ വളരെ അകലത്തിലുള്ള വസ്തുക്കളുടെ ലെങ്ത് മെഷർ ചെയ്യാൻ, അതായത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്. അപ്പോൾ 1 പാർസെക് എന്ന് പറഞ്ഞാൽ 3.08 × 10⁻13 കിലോമീറ്റർ ആണ്. അപ്പം ഇത്രയും കിലോ പാർസെക് ആണ് ഈ ഗാലക്സിയുടെ ഏകദേശം ഈ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇത്രയും അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം. ഓക്കെ, നൗ ഗാലക്റ്റിക് സെൻറ്റർ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു വിങ്ങിലാണ് ഉള്ളത് അല്ലേ. സൺ എന്ന് പറയുന്നത് ഈ ഒരു ഗാലക്സിയുടെ ഒരു വിങ്ങിലാണുള്ളത്, ഒരു ആമിലാണുള്ളത്, ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ ഗാലക്റ്റിക് സെൻറ്റർ ഏകദേശം ഈ ന്യൂക്ലിയർ ബൾജ് കാണിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, അത് എത്ര ദൂരത്തിലാണ്? ദാറ്റ് ഈസ് അറൗണ്ട് 30 kpc ആണ്. അതായത് ഗാലക്റ്റിക് സെൻറ്റർ എന്ന് സണ്ണിൻ്റെ പൊസിഷൻ, സണ്ണൊരു വിങ്ങിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ഡിസ്ക് എന്ന് പറയും. ഓക്കെ, കാര്യം എന്താ വെച്ചാൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ കുറവാണ്. അതായത് ഇവിടെ ഒരു ബൾജിങ് ഉണ്ട്, എന്നിട്ട് ഈ ഒരു ഭാഗം ഡയമീറ്റർ കുറഞ്ഞ റീജിയൻ, അതിന് ഡിസ്ക് എന്ന് പറയുന്നത്. ഇത് ഒരു സ്പെറിക്കൽ ഡിസ്ക്കാണ്. ഡിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാണ് സെൻറ്റർ, അവിടെ ബൾജ് ചെയ്തിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്തോറും ഡിസ്ക്കാണ്, അവിടെ തിക്നെസ് കുറവായിരിക്കും. ഇതിപ്പം മേലെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ലാറ്ററൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ ലാറ്ററൽ വ്യൂ എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത്. അവിടെ തിക്നെസ് കുറവായിരിക്കും. ഓക്കെ, അതിനുശേഷം വേറെ ഉള്ളത് ഡിസ്ക് പറഞ്ഞു, സ്പൈറൽ ആംസ് പറഞ്ഞു, സെൻട്രൽ ന്യൂക്ലിയസ് പറഞ്ഞു, സണ്ണിൻ്റെ പൊസിഷൻ പറഞ്ഞു. ഇത്രയാണ് മെയിനായിട്ടുള്ള നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ്. പിന്നെ അതിൻ്റെ ഡയമീറ്റർ 30 kpc ആണ്. തിക്നെസ് അറൗണ്ട് 1000 kpc ഒക്കെ വരാറുള്ളൂ.
സോറി 1000 kpc അല്ല, അത് നോക്കിയിട്ട് പറയാം. ഐ ഡോണ്ട് റിമെമ്പർ. ഓക്കെ, നൗ ഇതിന് പുറത്ത് നമുക്ക് കുറച്ച് ഡോട്ട്സ് കാണുന്നുണ്ട് അല്ലേ. ഇതിന് ഗ്ലോബുലാർ ക്ലസ്റ്റർ എന്നാണ് പറയുക. ഗ്ലോബുലാർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാർസ് ആണ്. അതായത് ഈ ഗാലക്സി ഈ ഒരു ഷേപ്പിന് സ്ട്രക്ചറിന് പുറത്തായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് കളക്ഷൻ ഓഫ് സ്റ്റാർസ്, ഒരു 100 സ്റ്റാർസൊക്കെ കൂടി ചേർന്ന് ഒരു കളക്ഷനായിട്ട് കാണിക്കാം. 100 അല്ലെങ്കിൽ thousands ഓഫ് സ്റ്റാർസ്. അതൊരു സ്പെറിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതായത് ഒരു ബോളിൻ്റെ രീതിയിൽ അതിൻ്റെ സ്ട്രക്ചർ ഒരു ബോൾ പോലെ ആയിരിക്കും. ബോളിൻ്റെ പല ഭാഗത്തായിട്ട് പല സ്റ്റാർസ് ഉണ്ടാവും. അങ്ങനെ സ്പെറിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ ക്ലസ്റ്ററാണ് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബൾജിന് പുറത്തായിട്ട് കുറേ സ്ഥലത്ത് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. ഇനി ഇതൊന്നും കൂടാണ്ട് ഈ ഗാലക്സിക്ക് സാറ്റലൈറ്റ് ഗാലക്സീസ് ഉണ്ട്. സാറ്റലൈറ്റ് ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റാണ് മൂണ്, ചന്ദ്രൻ അല്ലേ. അത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന് പുറത്ത് നിന്ന് അത് നമ്മളെ നോക്കുന്ന രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കിവിടെ സാറ്റലൈറ്റ് ഗാലക്സീസ് ഉണ്ട് ഇതിന് പുറത്ത്. ഈ ഒരു സ്ട്രക്ചറിന് പുറത്തായിട്ട് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് ചില സാറ്റലൈറ്റ് ഗാലക്സീസ് ഉണ്ട്. ചെറിയ, അതായത് ഇതിൻ്റെ ഒരു 1/10 വലിപ്പമുള്ള ഗാലക്സീസ് ഉണ്ട്. ആ ഗാലക്സീസിന് മെയിനായിട്ട് അതിൽ മേജറായിട്ടുള്ള ഗാലക്സീസ് സ്മാൾ ആൻഡ് ലാർജ് മാജെല്ലാനിക് ക്ലൗഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ക്ലൗഡ്സ് ഇതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും, ഇതുമായിട്ട് ഇതിൻ്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യും ഒക്കെ ചെയ്യും. ഓക്കെ, സോ മേജറായിട്ടുള്ളത് സ്മാൾ ആൻഡ് ലാർജ് മാജെല്ലാനിക് ക്ലൗഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ പല ഫിഗേഴ്സ് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. പല ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സെൻട്രൽ ബാറ്. പക്ഷെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് എനിക്ക് അവസാനം കിട്ടി. ഞാൻ നിങ്ങൾക്ക് ഡെമോ ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കിട്ടിയാണ്. പക്ഷേ ഇതൊരു നല്ലൊരു ഫിഗറാണ്. ഇതിൽ പല കാര്യങ്ങളും ഇതിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, so you can search for that, and moreover there is so many videos in YouTube. Just type our galaxies in YouTube app. You can see many videos. I will share one of the interesting videos when I upload the notes. Then so what were we discussing? Okay, so we have a disk, central core, galactic center, and which is galactic center which is having a bulge here which contains dense nuclei. There is a halo എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള റീജിയൻ പറയുന്ന പേരാണ് ഹാലോ. തിക്കായിട്ടുള്ള ഡിസ്ക് ഉണ്ട്, തിന്നായിട്ടുള്ള ഡിസ്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗം തിക്കാണ്. അതുപോലെ സണ്ണ് ഏകദേശം അതിൻ്റെ ഒരു വിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ടാണ്. ഇവിടുന്ന് ഗാലക്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് 30 kpc ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഗാലക്സിയിലുള്ള നമ്മൾ കാണുന്ന മാസ് എന്ന് പറയുന്നത് ലൂമിനസ് മാസ് എന്നാണ് പറയുക. ഓക്കെ, കാണുന്ന മാസ്. ലൂമിനസ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ത്രൂ ഇറ്റ്സ് എമിറ്റഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻ കാരണം അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലൂമിനസ് മാസാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് സണ്ണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് എ ലൂമിനസ് ഒബ്ജക്റ്റ്. എർത്ത് ഒരു ലൂമിനസ് ഒബ്ജക്റ്റാണ്. അങ്ങനെ മൂണ് ലൈറ്റ്, സണ്ണിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു ലൂമിനസ് ഒബ്ജക്റ്റാണ്. ഓക്കെ, സോ അങ്ങനെ ഈ ഗാലക്സിയിലുള്ള മേജറായിട്ടുള്ള, അതായത് മേജർ പോർഷൻ ഓഫ് ദ ടോട്ടൽ ലൂമിനസ് മാസിൻ്റെ മേജർ പോർഷനും സ്റ്റാറിൻ്റെ ഒക്കെ മാസാണ്. ഓക്കെ, അപ്പം ലൂമിനസ് മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എല്ലാ സ്റ്റാർസിൻ്റെയും മാസ് ആഡ് ചെയ്യാം. എല്ലാ ലൂമിനസ് ഒബ്ജക്റ്റിൻ്റെയും മാസ് ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ലൂമിനസ് മാസ് എടുക്കുന്നത്. അപ്പോൾ അതിൽ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാർസിൻ്റെയും മാസ് ആയിരിക്കും. സ്റ്റാർസിൻ്റെ മാത്രം എടുത്താൽ പോരാ, ഇൻഡർസ്റ്റെല്ലാർ ഗ്യാസിൻ്റെ മാസ് എടുക്കണം, ഇൻഡർസ്റ്റെല്ലാർ ഡസ്റ്റിൻ്റെ മാസ് എടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൂമിനസ് ആയിട്ടുള്ള എല്ലാതും എടുക്കണം. പക്ഷെ അതിൽ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാർസിൻ്റെ മാസമായിരിക്കും. പിന്നെ നമുക്കറിയാം സ്റ്റാർസിന് അതിൻ്റേതായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്.
ഇപ്പോൾ സാധാരണ ഈ ഗാലക്റ്റിക് സെൻറ്ററിൽ ഒരു സൂപ്പർ മാസീവായിട്ടുള്ളൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റീജിയൻ വെയർ ദ മാസ് വിൽ ബി അട്രാക്റ്റഡ്. ഇറ്റ്സ് ഗ്രാവിറ്റി വളരെ കൂടിയ ഒരു റീജിയനാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ബ്ലാക്ക് ഹോളിന് അടുത്തുള്ള മാസൊക്കെ അത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ബ്ലാക്ക് ഹോളിൽ നിന്നൊന്നും പുറത്തോട്ട് പോകാൻ സമ്മതിക്കില്ല. എല്ലാം അകത്തോട്ട് മാസിനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ഗ്രാവിറ്റി വളരെ കൂടിയ ഒരു 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 ഒബ്ജക്റ്റാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എർത്തിന് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ട്, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റി വളരെ കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാ മാസിനെയും അതിങ്ങനെ അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ എർത്തിന് ഗ്രാവിറ്റി വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? മൂണിനെ അട്രാക്റ്റ് ചെയ്ത് എർത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് എർത്തിൻ്റെ ഭാഗമാക്കും. അപ്പോൾ അതുപോലെ വളരെ ഗ്രാവിറ്റി കൂടിയ ഒരു ഭാഗം ഇവിടെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു സ്പൈറൽ സ്ട്രക്ചർ, ഗാലക്സിയുടെ സ്പൈറൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. കാര്യം ഇവിടെയുള്ള മാസിനെ ഇതിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റാർസ് ഈ ഗാലക്റ്റിക് സെൻറ്ററിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 220 km/s ഈ ഔട്ടർ ആംസിലുള്ള സ്റ്റാർസൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ വാട്ട് ഐ വാണ്ട് ടു ഡിസ്കസ് ഈസ് സോ ഇൻറ്റർസ്റ്റെല്ലാർ ഗ്യാസ്. നമ്മൾ പറഞ്ഞു ലൂമിനസ് മാസിൻ്റെ മെയിൻ പോർഷൻസ് സ്റ്റാർസ് ആണ്, പക്ഷേ ഇൻറ്റർസ്റ്റെല്ലാറിൻ്റെ മാസം കൂടി കൗണ്ട് ചെയ്യണം. അത് ഏകദേശം ഒരു 5 മുതൽ 10-15% ലൂമിനസ് മാസിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, 10-15. ഇപ്പം ആസ്ട്രോഫിസിക്സിൽ പറയുന്ന നമ്പേഴ്സൊക്കെ ഒരു അപ്രോക്സിമേറ്റ് നമ്പേഴ്സ് ആയിരിക്കും. കാര്യം വളരെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള എസ്റ്റിമേഷൻസ് ഒക്കെ അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റീസ് ഒക്കെ വരും. അപ്പോൾ അതിലുള്ള വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമാക്കാനില്ല. ഓക്കെ, സോ 5 മുതൽ ഞാൻ പറയുന്ന ഒരു 10-15% വരെയൊക്കെ ലൂമിനസ് മാസ് ഇൻറ്റർസ്റ്റെല്ലാർ ഗ്യാസ് അല്ലെങ്കിൽ ഡസ്റ്റ് ആയിരിക്കും. ഇൻറ്റർസ്റ്റെല്ലാർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർസിനിടയ്ക്കും ഗാലക്സിയിലുള്ള അവിടെയൊക്കെ പൊടിപടലങ്ങളും അതുപോലെ ഗ്യാസൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാസമാണ്. ഓക്കെ, നൗ ദർ ആർ കോസ്മിക് റേസ്. കോസ്മിക് റേസ് എന്ന് പറഞ്ഞാൽ ഹൈലി ചാർജ്ഡ് ആയിട്ടുള്ള ഹൈ എനർജി ഉള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, സോ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും കമ്പയർഡ് ടു ദ ലൂമിനസ് മാസ് ഓഫ് അതർ ഒബ്ജക്റ്റ്. പക്ഷേ അതിന് എനർജി വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ കമ്പയറബിൾ ടു ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇൻറ്റർസ്റ്റെല്ലാർ ഗ്യാസ്. ഇൻറ്റർസ്റ്റെല്ലാർ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, സോ these are confined in the galaxy by the magnetic field. അത് ഗാലക്സിയിൽ നിൽക്കാൻ കാര്യം മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ്. ബിക്കോസ് അത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിൽ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ മാഗ്നറ്റിക് ഫോഴ്സ് കാരണം അത് ഗാലക്സിയിൽ തന്നെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, ഇൻറ്റർസ്റ്റെല്ലാർ ഗ്യാസും ഡസ്റ്റിനാണ് ഇൻറ്റർസ്റ്റെല്ലാർ മാറ്റർ എന്ന് പറയുന്നത്. അതിന് ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 2 types ഓഫ് അബ്സോർപ്ഷൻ. 2 തരത്തിലുള്ള അബ്സോർപ്ഷൻസ് നടക്കാറുണ്ട്. നമുക്ക് സ്പെക്ട്രോസ്കോപ്പി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് അബ്സോർപ്ഷൻ ഉണ്ടായിരിക്കും. അത് മെയിനായിട്ട് ബൾക്കായിട്ടുള്ള മെറ്റീരിയൽസ് മാസൊക്കെ കണ്ടിന്യൂസ് അബ്സോർപ്ഷൻ കാണിക്കും. ദിസ് ഇസ് റീസൺ ഫോർ റെഡനിങ് ഓഫ് ഡിസ്റ്റൻറ്റ് ഹോൾസ്. അതായത് വളരെ അകലത്തിൽ നിൽക്കുന്ന സ്റ്റാർസൊക്കെ റെഡ് കളർ കാണുന്നതിന് റീസൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അബ്സോർപ്ഷനാണ്. അതായത് വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റൊക്കെ അബ്സോർബ് ചെയ്യും, വേവ് ലെങ്ത് കൂടിയത് അബ്സോർബ് ചെയ്യില്ല. ദാറ്റ് ഈസ് റെഡ് റിമെയിൻസ്. അങ്ങനെയാണ് ഡിസ്റ്റൻറ്റ് ഹോട്ട് സ്റ്റാർ റെഡായിട്ട് കാണുന്നത്. ദെൻ ദർ ഈസ് ലൈൻ അബ്സോർപ്ഷൻ. അതായത് ഒരു സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് ഒരൊറ്റ ഫ്രീക്വൻസി അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം ഫ്രീക്വൻസി മാത്രം അബ്സോർബ് ചെയ്യുന്നതാണ് ലൈൻ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്നത് ശരിക്കും ഇൻറ്റർസ്റ്റെല്ലാർ ഗ്യാസിലുള്ള ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഇൻറ്റർസ്റ്റെല്ലാർ അതിൻ്റെ അതായത് ഡിസ്റ്റൻറ്റ് സ്റ്റാർസിൻ്റെ സ്പെക്ട്രം എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില അബ്സോർപ്ഷൻ ലൈൻസ് കാണാൻ സാധിക്കും. ഓക്കെ, നൗ ബ്ലാക്ക് ഹോളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബ്ലാക്ക് ഹോൾ മാസിനെ അട്രാക്റ്റ് ചെയ്യും, അതിന് ചുറ്റുമുള്ള മാസൊക്കെ വളരെ അട്രാക്റ്റ് ചെയ്യും. ഇനി ഗാലക്സി ഈ ഒരു സ്പൈറൽ സ്ട്രക്ചർ നിലനിർത്തണമെങ്കിൽ ഗാലക്സിക്ക് റൊട്ടേഷൻ വളരെ കൂടുതലായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു
സൂപ്പർ മാസീവായിട്ടുള്ളൊരു സെൻറ്റർ ഉണ്ട്. സൂപ്പർ മാസീവായിട്ടുള്ള, അതായത് സെൻട്രൽ റീജിയന് മാസ് കൂടുതലാണ്. അതായത് ഗാലക്സി റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കോമൺ സെൻറ്റർ ഓഫ് മാസിന് ലൂടെയുള്ള ആക്സിസിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൂപ്പർ മാസീവ് ആയിട്ടുള്ള സെൻറ്റർ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലാണ്. അപ്പം ഈ വിങ്സിനൊക്കെ അട്രാക്ട് ചെയ്ത് ഇതിന് സെൻറ്ററിലോട്ട് ചുരുക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ആ ടെൻഡൻസിക്ക് ഒപ്പോസ് ചെയ്യുന്നത് എന്താണ്? ഗാലക്സിയുടെ റൊട്ടേഷനാണ്. റൊട്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, സെൻട്രിഫ്യൂജ് നിങ്ങൾ ചിലപ്പം കെമിസ്ട്രിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. സെൻട്രിഫ്യൂജ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സെഡിമെൻ്റ് ചെയ്യും. അതിൻ്റെ ഏറ്റവും ബോട്ടത്തിലാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഔട്ടർ റീജിയനിലേക്ക് നിങ്ങൾക്കൊരു ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് പറയുക അതിന്. അപ്പോൾ ഗാലക്സി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ഇങ്ങനെ പുറത്തോട്ടുള്ള ഫോഴ്സും അകത്തോട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ബാലൻസ് ചെയ്തിട്ടാണ് ഗാലക്സിയുടെ ഈ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് പറഞ്ഞു. അതെന്താണ്? ഈ ഒരു ബൾജിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ സ്പോട്ട്സ് ഉണ്ട്. അതിനെ ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് എന്ന് പറയും. ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൻസ് സ്ഫെറിക്കൽ കളക്ഷൻ ഓഫ് പോപ്പുലേഷൻ 2 സ്റ്റാർസ്. അതായത് ഞാൻ പറഞ്ഞു, അത് സ്ഫെറിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഒരു ബോളിൻ്റെ ഒരു സ്ഫെറിക്കൽ ബോൾ എടുക്കുക, അതിലുള്ള പല ഡോട്ട്സ് എടുക്കുക, പല ഡോട്ട് ഇടുക. അത് ഓരോ ഡോട്ടും ഒരു സ്റ്റാർ ആയിരിക്കും. ഓക്കെ, 100 അല്ലെങ്കിൽ thousands ഓഫ് സ്റ്റാർസ് ചേർന്നിട്ട് ഒരു സ്ഫെറിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ചേർന്ന ഡെൻസ് സ്ഫെറിക്കൽ കളക്ഷൻ ഓഫ് പോപ്പുലേഷൻ 2 സ്റ്റാർ. പോപ്പുലേഷൻ 2 സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ വളരെ ഓൾഡ് ആയിട്ടുള്ള സ്റ്റാർ. ഗാലക്സി ഫോം ചെയ്ത സമയത്തുള്ള സ്റ്റാർസ് തന്നെ ആയിരിക്കും. ഏകദേശം ആ സമയത്തുള്ള സ്റ്റാർസൊക്കെയാണ് ഈ ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സിൽ കാണാറ്. അങ്ങനെ പോപ്പുലേഷൻ 2 സ്റ്റാർസ് എന്ന് പറയും. അങ്ങനെ ഏകദേശം ഒരു 150 സ്റ്റാർസ് നമുക്ക് ഇന്ന് നമ്മുടെ ഗാലക്സിയിൽ ചുറ്റുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. ഓക്കെ, നൗ നമ്മൾ സാറ്റലൈറ്റ് ഗാലക്സിനെ പറ്റി പറഞ്ഞു. സാറ്റലൈറ്റ് ഗാലക്സി ഏകദേശം ഈ ഒരു പോർഷനിലാണ്, നമ്മൾ ഈ ഒരു ഫിഗറിൽ അടയാളപ്പെടുത്തിയില്ല. സ്മാൾ ആൻഡ് ലാർജ് മാജെല്ലാനിക് ക്ലൗഡ്സ് എന്ന് പറയും. അതിൻ്റെ സൈസ് 1/10 ഓഫ് ദ സൈസ് ഓഫ് ദ മിൽക്കി വേ. ഓക്കെ, നിയറസ്റ്റ് ഗാലക്സി എന്ന് പറഞ്ഞാൽ ആൻഡ്രോമീഡ. ഇനി നമ്മുടെ ഗാലക്സിയോട് അടുത്തിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു ഗാലക്സി, വളരെ നമ്മുടെ ഗാലക്സിക്കാട്ടിലും വലിയൊരു ഗാലക്സിയാണ് ആൻഡ്രോമീഡ ഗാലക്സി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ആൻഡ്രോമീഡ ഗാലക്സിയുമായിട്ട് ഒരു കൊളീഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗാലക്സിയും ആൻഡ്രോമീഡ ഗാലക്സിയും തമ്മിലുള്ള ഒരു കൊളീഷൻ, അതിൻ്റെ ഒരു സിമുലേഷൻ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Where is the collision? ഓക്കെ, സോ ഇതാണ് നമ്മുടെ മിൽക്കി വേ. ജസ്റ്റ് എ മിനിറ്റ്. ഇത് നമ്മുടെ ആൻഡ്രോമീഡ ഗാലക്സി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഈ രണ്ട് ഗാലക്സീസ് നമ്മളൊരു കൊളീഷൻ ഇൻ അബൌട്ട് 4 ബില്യൺ ഇയേഴ്സ്, 4 ബില്യൺ ഇയേഴ്സിന് ഇടയ്ക്ക് ഒരു കൊളീഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫ് ടൈം വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് കാണാനോ ഒന്നും കേൾക്കാനൊന്നും പറ്റാത്തൊരു കാര്യമാണ്. 4 ബില്യൺ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും വലിയൊരു ടൈം സ്പാനാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ മിൽക്കി വേയും ആൻഡ്രോമീഡയും ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, സോ വി ആർ എക്സ്പെക്ടിങ് കൊളീഷൻ. ആ കൊളീഷൻ എങ്ങനെ നടക്കുന്നതെന്ന് ഒരു സിമുലേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ അതാണ് 2 ഗാലക്സീസ് വന്ന് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അകന്നു പോവുകയല്ല ചെയ്യുന്നത്, അത് വീണ്ടും അടുത്ത് വരുന്നു. അതിലുള്ള മാറ്റേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവസാനം അതൊരു മിൽക്കി വേയും ആൻഡ്രോമീഡയും കൂടി ചേർന്നിട്ട് മിൽക്ക്ഡ്രോമീഡ എന്നുള്ളൊരു പുതിയൊരു ഗാലക്സി ഫോം ചെയ്യുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗാലക്സി. Now coming back to our discussion, സോ ഒരു ഫ്ലോ ചാർട്ട് പോലെ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ ഒരു ഫ്ലോ ചാർട്ട് പോലെ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എർത്തിലാണ്. എർത്ത് എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? അവിടെ സണ്ണുണ്ട്, അതിൻ്റെ പ്ലാനറ്റ്സ് ഉണ്ട്, പല പ്ലാനറ്റ്സ് ഉണ്ട്. 8 പ്ലാനറ്റ്സ് ഉണ്ട്. ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 9 പ്ലാനറ്റ്സ്. ഓക്കെ, പ്ലൂട്ടോനെ നമുക്ക്
ഒഴിവാക്കി, അതിൻ്റെ പ്ലാനറ്റ് ആണെന്നുള്ളത് അതിൻ്റെ ക്വാളിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, നൗ സോളാർ സിസ്റ്റം എന്നുള്ളത് നമ്മുടെ ഗാലക്സിയിലാണ്, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലാണ്. അപ്പോൾ മിൽക്കി വേ ഗാലക്സിയിൽ എന്തൊക്കെയുണ്ട്? സോളാർ സിസ്റ്റം അടക്കം മെനി സ്റ്റാർസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഗ്യാസ് ഡസ്റ്റ് ഉണ്ട്, അതൊരു സ്പൈറൽ ഗാലക്സിയാണ് അല്ലേ, സ്പൈറൽ ആംസ് ഉള്ളതുകൊണ്ട് തന്നെ സ്പൈറൽ ഗാലക്സി ഉണ്ട്. ഇത് മിൽക്കി വേ എന്ന് പറയുന്നത് മിൽക്കി വേ പോലെ തന്നെ പലതരത്തിലുള്ള ഗാലക്സീസ് ഉണ്ട്. നമ്മുടെ ഗാലക്സിക്ക് പുറത്തും ഗാലക്സീസ് ഉണ്ട്. അങ്ങനെ ഏകദേശം 50ഓളം ഗാലക്സീസ് ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലോക്കൽ ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന മേജർ ആയിട്ടുള്ള 2 ഗാലക്സീസാണ്. ഒന്ന് ആൻഡ്രോമീഡ ഗാലക്സി, പിന്നെ ഒന്ന് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. അതിൽ ആൻഡ്രോമീഡയാണ് ഏറ്റവും വലിയ ഗാലക്സി. ഓക്കെ, ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിർഗോ സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഗ്രൂപ്പ് പ്ലസ് വിർഗോ ക്ലസ്റ്ററാണ്. അതുപോലെ എന്ന് വെച്ചാൽ വിർഗോ ക്ലസ്റ്ററിലും ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. ഓക്കെ, ലോക്കൽ ഗ്രൂപ്പിലും ഒരു ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് ഉണ്ട്, ഒരുപാട് ഗാലക്സീസ് ഉണ്ട്. മിൽക്കി വേ പോലെ തന്നെ ഒരുപാട് ഗാലക്സീസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഡിവിഷനാണ് വിർഗോ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അതിലും ഒരുപാട് ഗാലക്സീസ് ഉണ്ട്, നമ്മുടെ ഗാലക്സീസ് പോലെ തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ് വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. Together they contains hundreds of clusters of galaxies and much more. അപ്പോൾ ഈ വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് വേറൊരു ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. അങ്ങനെ എൻ്റയർ യൂണിവേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ ചെറിയൊരു ഭാഗമാണ് ഈ വിർഗോ സൂപ്പർ ക്ലസ്റ്റർ. ഇങ്ങനെ ഒരുപാട്, അതായത് വിസിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഇതുപോലത്തെ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമ്മളിന്ന് ഗാലക്സീസ് എന്താണെന്ന് നോക്കി. ബേസിക് സ്ട്രക്ചർ ഏകദേശമാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിങ് വാട്ട് ഈസ് ദ ജനറൽ, മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദി ഗാലക്സീസ്. മെയിനായിട്ട് നമുക്ക് സെൻട്രൽ ബൾജ് റീജിയനും പിന്നെ ഡിസ്ക് പോർഷനും സ്പൈറൽ ആംസുള്ള ഡിസ്ക് പോർഷൻ, അതുപോലെ ഗാലക്റ്റിക് ഹാലോ എന്താണെന്ന് പറയാം. അപ്പം ഈ വകയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. താങ്ക് യു.